ഇപ്പൊ നമ്മള് വസുധാര വാട്ടർഫാളിലേക്ക് ട്രക്ക് ചെയ്ത് പതിനാതിലേക്കുള്ള ബസ് ചെയ്യാണ്ടോ. അപ്പോൾ മക്കളെ, നമ്മൾ പുതിയൊരു യാത്രാ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെങ്ങന്മാരെ, നമ്മൾ ഇന്ന് പോകുന്നത് ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥിലേക്കാണ് കേട്ടോ. ഈ ഒരു യാത്ര ബദ്രിനാഥ് എത്തുന്നവരെ നമ്മൾ ലിഫ്റ്റ് അടിച്ചാട്ടാ പോകുന്നത്. ഇതാണ് നമ്മളെ തീരുമാനം. കിട്ടോ ഇല്ലൊന്നും അറിയില്ല. ഉത്തരാഖണ്ഡിൽ ഋഷികേശിൽ നിന്നാണ് നമ്മളൊരു ഹിച്ചേക്കിങ് തുടങ്ങുന്നത്. ഏകദേശം 300 കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് ബദ്രിനാഥിലേക്ക് വരുന്നത്. അപ്പൊ മക്കളെ, ഋഷികേശിൽ നിന്ന് ബദ്രിനാഥിലേക്കുള്ള ബസ് ഹിച്ചേക്കാണ്ടോ. ഒരുപാട് നേരം കാത്തിരുന്നിട്ടാണ് ഈ ഒരു ലോറി നമുക്ക് കിട്ടിയിട്ടുള്ളത്. സെറ്റാണ്, ചെറുക്കന്മാരൊക്കെ സെറ്റാണ്. അപ്പോൾ ഈ ഒരു ലോറി നമുക്ക് ചമോലി പറഞ്ഞ സ്ഥലം വരെയായിട്ട് കിട്ടിയുള്ളത്. ഇവിടെ ഒന്നും അറിയില്ല ചമോലി. ഏകദേശം 200 കിലോമീറ്റർ വരെ നിങ്ങളെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ലോറിക്കാരന്. നമ്മൾ കയറി ഇരുന്നിട്ടുണ്ട്. ബാക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇരുട്ടായി തുടങ്ങിയിട്ടാണ്. പിന്നെ നല്ല തണുപ്പും കൂടാൻ തുടങ്ങി. അപ്പോൾ നമ്മളോട് പുതപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ മുന്നിൽ കയറാൻ പറഞ്ഞിട്ട് ലോറിക്കാരന്. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടി മുന്നിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ ഇതാണ് കേട്ടോ നമ്മളെ ലോറിക്കാരനെ കണ്ടോളൂ നിങ്ങൾ. ഇതാണ് നമ്മൾ ലോറിക്കാരന്. നല്ല അടിപൊളി സ്വഭാവമുള്ള മനുഷ്യനാട്ടോ മൂപ്പര്. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണിയാകുന്ന നേരത്ത് ചമോലി എത്തിയിട്ടാണ്. നമ്മളെ ലോറി ഡ്രൈവർ വേറെ റൂട്ട് പോയി നമ്മളെ ബദ്രിനാഥിലേക്കുള്ള റൂട്ട് ഇറക്കി തന്നെ. ഞങ്ങൾ കുറേ നേരം കാത്തുനിന്നിട്ടൊന്നും വണ്ടി കിട്ടിയില്ല. ഉള്ള വണ്ടിയാണ് നിർത്തി തരുന്നില്ല കേട്ടോ. ഇപ്പോൾ വേറെ റൂട്ടുണ്ട് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി കൊണ്ട് കേട്ടോ. അവിടെ നിന്ന് വണ്ടി കിട്ടുമെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്താ അവസ്ഥ ഒന്നും അറിയില്ല. നല്ല അടിപൊളി സ്ഥലമാണ്. ഫുള്ള് ചുറ്റോട് ചുറ്റും മലകളാട്ടാ കാണാൻ. ചങ്ങായിമാരെ സ്കൂട്ടർ ലിഫ്റ്റ് കിട്ടിയിട്ടാ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദിൽഷാദും അനിലും ഒരു ബസ്സിൽ പോയിട്ടാ. വണ്ടി ഒന്നും കിട്ടാഞ്ഞപ്പോൾ ഒരു ബസ് കിട്ടി അങ്ങനെ പോയി. ഞാൻ ആദ്യമേ തീരുമാനിച്ചിട്ട് എനിക്ക് ബദ്രിനാഥത്തിന് വരെ ലിഫ്റ്റ് അടിച്ചിട്ട് തന്നെ പോകണമെന്ന്. അപ്പോൾ നല്ല ഒരു സ്കൂട്ടറായിരുന്നു. മൂപ്പര് പട്ടാളം എന്ന് പറഞ്ഞ് അവിടുത്തെ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. മൂപ്പര് നമുക്ക് നിർത്തി തന്ന്. ബദ്രിനാഥ് വരെ ഇല്ല, അവിടുന്ന് ഇഞ്ഞുകൊണ്ട് ഒരു 30 കിലോമീറ്റർ പിന്നെയും പോകണ്ടാവെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ കയറി നോക്കിയുള്ള മനോഹരമായ കാഴ്ച കേട്ടോ. ബൈക്കിൽ വേറെ ഒരു ഫീല് പോകാൻ. കാരണം അത്ര അടിപൊളി. ഫുള്ള് റൂട്ടും ഫുള്ള് മലനിരകൾക്കുള്ളുകൂടെ. അത് ഡേഞ്ചറായ ചില റൂട്ടുകൾ. അടിപൊളി സീന് സ്ഥലങ്ങളാട്ടോ ബദ്രിനാഥിലേക്കുള്ള നമ്മളെ റൂട്ട്. ചെങ്ങായിമാർ, നമ്മളെ ബദ്രിനാഥ് യാത്രയിൽ 3ാമത്തെ ലിഫ്റ്റ് ജോഷിമഠിന്ന് ശിവപുരി വരെ കിട്ടിട്ടോ. ഏകദേശം 20 കിലോമീറ്റർ ബൈക്കിലാട്ടോ കിട്ടിയത്. സീനാട്ടോ ബൈക്കിൽ ബദ്രിനാഥിലേക്കുള്ള യാത്ര. ഇനിയും ഇവിടുന്ന് ഏകദേശം 18 കിലോമീറ്റർ ഉണ്ട് ബദ്രിനാഥിലേക്ക്. അപ്പോൾ അടുത്ത ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര ആ ബൈക്കിൽ യാത്ര അടിപൊളിയായിട്ട് നല്ല തണുപ്പത്ത് സീന റൂട്ടുകളിലൂടെ ഇങ്ങനെ കടന്നു പോലും. ഫുള്ള് മലകള്. ഒന്നും പറയാനില്ല കേട്ടോ. ചെങ്ങായിമാരെ, ഞാൻ അടുത്ത ലിഫ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ. കുറേ നേരം ഇവിടെ നിന്ന് നോക്കി, പക്ഷെ ഇവിടെ നിന്ന് കിട്ടണില്ല. വണ്ടി പാസ് ചെയ്യാൻ പോലില്ല കേട്ടോ. 1-2 വണ്ടിയൊക്കെ പാസ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അത് നിർത്തി തന്നില്ല എനിക്ക്. ഞാനിങ്ങനെ നടന്നു നോക്കണം. എന്താ അവസ്ഥ ഒന്നും അറിയില്ല. ഈ ഏകദേശം 20 കിലോമീറ്റർ ഇവിടെ നിന്നുണ്ട് ബദ്രിനാഥിലേക്ക്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഒരുപാട് കാത്തുനിന്ന് വണ്ടി കിട്ടിയിട്ട് എനിക്ക് ഒരു വണ്ടി കിട്ടി. നോക്കിയാൽ നല്ലൊരു ബൊലേറാണ് കിട്ടിയത്. അപ്പൊ ചങ്ങായിമാരെ, നമ്മൾ മിഷൻ കംപ്ലീറ്റ് ആയിട്ടോ. 1.5 ദിവസത്തെ ഇച്ചേക്കിനൊടുവിലും ഒരുപാട് വണ്ടികൾ ലിഫ്റ്റ് അടിച്ച് ബദ്രിനാഥ് എത്തിയിട്ടുണ്ട്. ആ കാണാണ് ബദ്രിനാഥ് സ്വാമി ടെമ്പിള്. ചുറ്റും മലകളാണ് കേട്ടോ. സ്നോയുള്ള മലക്ക് നമ്മൾ ബാക്ക് കാണാൻ പറ്റും. ഏകദേശം 3 മണി നേരമാണ്. 8 ഡിഗ്രി തണുപ്പ്. നല്ല തണുപ്പാട്ടോ. വൈബാണ്, സെറ്റാണ്, അടിപൊളി ആട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ലഗേജ് കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ച് ഏകദേശം നമുക്ക് ഇവിടെ എത്തിയാൽ 100 റുപ്യക്കൊക്കെ റൂം കിട്ടും. ഡോർമെറ്ററി കിട്ടും. പിന്നെ 200 റുപ്യക്കൊക്കെ റൂമുണ്ട്. നല്ല റൂമുകളുണ്ട്. അങ്ങനെ നമ്മൾ അവസാന സമയത്തായിട്ട് ഇവിടെ എത്തുന്നത്. ബദ്രിനാഥ് ടെമ്പിൾ ക്ലോസ് ചെയ്യാനുള്ള സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് ആളുകളായിരുന്നു. നോക്കി ഞങ്ങൾ കാണാൻ പറ്റും. കുറേ ആളുകളുണ്ട്. നല്ല ആളുകളായിരുന്നു. ഇവിടെ തപ്താക്കുണ്ട് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. അത് പറഞ്ഞാൽ പ്രകൃതിദത്തമായിട്ടുണ്ടായ ചുടുവെള്ളം. അത് ഭൂമിക്കടിയിൽ നിന്ന് നല്ല ചുടുവെള്ളം വരിക. അതൊക്കെ അവിടെ ഈ ഒരു തിരക്കൊക്കെ അതാണ് കേട്ടോ. ചുടുവെള്ളത്ത് കുളിക്കാനുള്ള ആളുകളാണ്. ഇത് പറഞ്ഞാൽ ഇവരൊരു ഒരു പുണ്യസ്നാനം. ബദ്രിനാഥ് ടെമ്പിളിലേക്ക് കയറുന്ന മുമ്പ് ഒരു പുണ്യസ്നാനമായിട്ടാണ് ഇവരൊരു ഈ ഒരു ചുടുവെള്ളത്തെ കാണുന്നത്. ഇതൊക്കെ കേട്ടോ. ഒരുപാട് ആളുകൾ ചുടുവെള്ളത്തിൽ കുളിക്കുന്നുണ്ട്. ഇത് ആദ്യമുള്ളതാണ് കേട്ടോ. പ്രകൃതിദത്തമായിട്ടുണ്ടായ സംഭവങ്ങൾ. നല്ല ആളുകളുണ്ട് കേട്ടോ. നോക്കി ഫുള്ള് തിരക്കാണ്. ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോകാനേ കഴിയണില്ല കേട്ടോ ആർക്കും. ഒരുപാട് പേര് മുന്നിലൊക്കെ നിൽക്കുന്നുണ്ട്, വരിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കി ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഫുള്ള് ക്യൂ ആയിട്ട് ആളുകളിങ്ങനെ നിൽക്കുന്നുണ്ട് കയറാൻ വേണ്ടിയിട്ട്. ഒരടി എടുക്കാൻ കഴിയണില്ല. അത്രക്കും ജനങ്ങളായിരുന്നു കേട്ടോ ആ സമയത്ത്. നോക്കി ഞങ്ങൾ ഫുള്ള ആളുകളാണ്.
ബദ്രിനാഥിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ അകലെയായിട്ടാണ് കേട്ടോ ഇന്ത്യയിലെ അവസാനത്തെ വില്ലേജ് എന്ന് വിളിക്കപ്പെടുന്ന മണ വില്ലേജ് നിൽക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യയിലെ അവസാനത്തെ ടീ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഈ ഒരു മണ വില്ലേജിൻ്റെ കാഴ്ച നിങ്ങൾ കാണും, ദൂരെ എന്നുള്ള കാഴ്ച. ഇവിടെ നിന്നാണ് നമ്മുടെ വസുധാര, ബദ്രിനാഥ് പടം കണ്ടിട്ടുള്ള ആൾക്കറിയാം വസുധാര വാട്ടർഫാൾ. ഈ ഒരു മണ വില്ലേജിൽ നിന്നാണ് വസുധാര വാട്ടർഫാളിലേക്കുള്ള ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉണ്ട് മണ വില്ലേജിൽ നിന്ന് വസുധാര വാട്ടർഫാളിലേക്ക്. വസുധാര വാട്ടർഫാളിലേക്ക് വരുന്ന ട്രക്കിംഗ് അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് ചുറ്റോട് ചുറ്റും മഞ്ഞ് പുതച്ച മലകളും. പിന്നെ നമുക്ക് റിസ്ക് ഉള്ള ട്രക്കിംഗ് ഒന്നല്ല, കറക്റ്റ് പാതകളുണ്ട്. ഓരോരോ പാതകളായിട്ടാണ് നമ്മൾ വസുധാര വാട്ടർഫാളിലേക്ക് എത്തുന്നത്. ഇപ്പത്തുന്നൊക്കെ ആൾക്കാർ പറയും, പക്ഷേ ഒരുപാട് നടക്കേണ്ടി വരും കേട്ടോ. 1 കിലോമീറ്റർ പറഞ്ഞവർ, 2 കിലോമീറ്റർ ഉണ്ട് പറഞ്ഞവർ. പക്ഷേ അങ്ങോട്ട് എത്തണില്ല അങ്ങോട്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്ന റൂട്ട് അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് ചുറ്റോട് ചുറ്റും മലകളും. നമുക്ക് ഓറഞ്ച് കളറുള്ള മലകളൊക്കെ കാണാൻ പറ്റും. കാരണം സൂര്യൻ ഇങ്ങനെ ആക്കുമ്പോൾ നല്ല തണുപ്പുള്ള സമയം കേട്ടോ. ഞങ്ങളെ കൈയൊക്കെ ഇങ്ങനെ മരവിച്ചിരുന്ന്. അപ്പോൾ മക്കൾ നമ്മൾ വസുധാര വാട്ടർഫാളിൻ്റെ അടുത്തെത്താനായിട്ടാണ്. നിങ്ങൾ കണ്ടു നോക്കിയിട്ടാ ഈ വാട്ടർഫാളിൻ്റെ വിഷ്വൽ ബ്യൂട്ടി ഒന്ന്.